നമസ്കാരം. പൊളി ടോക്സിലേക്ക് സ്വാഗതം. പൊളിഞ്ഞേട്ടാ, വയനാട്ടിൽ സംഭവം അറിഞ്ഞായിരുന്നോ? രാഹുൽ ഗാന്ധി വീണ്ടും ആനയൊക്കെ ഇറങ്ങി മൊത്തം റെഡിയാക്കിയതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വീണ്ടും വരുന്നത് എന്നുള്ളത്. ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ നിർദ്ദേശം. പക്ഷേ ആനി രാജ്യവുമായി ഏറ്റുമുട്ടാനാണ് ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക്. ഇന്ത്യ മുന്നണി അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരാളുമായിട്ട് ഏറ്റുമുട്ടും. അതെ, ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആനി രാജയാണ്. അതെ, രാജയുടെ ഭാര്യ എന്നുള്ള നിലയിൽ മാത്രമല്ലല്ലോ ആനി രാജ അറിയപ്പെടുന്നത്. ഒരു CPIയുടെ വളരെ പ്രഗത്ഭയായ നേതാവാണ്. അവരുടെ ഒരു ഇന്ത്യത്തിൽ മൊത്തത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ്. യഥാർത്ഥത്തിൽ ഒരു വനിതാ നേതാവിന് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കല്ലേ അതാ വേണ്ടിയിരുന്നത്. പക്ഷേ അതിന് പകരം അമേഠിയിലും വയനാട്ടിലും ഇത്തവണയും മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അമേഠി തോറ്റു പോകുന്നുണ്ടായിരിക്കുമല്ലോ, വയനാട് സുരക്ഷിതമാകുന്നുണ്ടായിരിക്കും. അപ്പം വയനാട്ടിൽ തോക്കുക അമേഠിയിൽ ജയിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ സംഭവിക്കില്ല. ഇതിലിപ്പോൾ സംഭവിക്കുക ചിലപ്പോൾ അമേഠിയിലും ചിലപ്പോൾ ജയിച്ചേക്കാം. കാരണം അവിടെ ഈ സ്മൃതി ഇറാനിക്കെതിരെ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. അവിടെ ഈ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ഉണ്ട്. കാരണം ഒന്ന്, അവർ സ്മൃതി ഇറാനിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷ കാണാം. അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ അവരെ എന്തൊക്കെ പറയുമ്പോഴും അവർ സാധാ ജനങ്ങളിൽ നിന്നൊക്കെ വളരെ അകന്നു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 2 തവണ കേന്ദ്രമന്ത്രിയായി ഈ സമയത്തൊക്കെ അവർ കുറച്ചും കൂടെ അകന്നത്. അതിന് കുറേ കാരണമുണ്ട്. കാരണം അവർ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ BJPയിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ BJPയുടെ ഈ കർമ്മമണ്ഡലത്തിലൊക്കെ വരുന്നതിന് മുന്നേ തന്നെ അവർ മറ്റൊരു കർമ്മമണ്ഡലത്തിൽ വളരെ സുപരിചിതയായിരുന്നു, ശ്രദ്ധയായിരുന്നു, സെലിബ്രിറ്റിയായിരുന്നു. എന്തായിരിക്കും ഈ വയനാട്ടിൻ്റെ ഒരു അവസ്ഥ? അല്ല, വയനാട്ടിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പിന്നെ അമേഠിയിൽ ഇപ്പോൾ രാജേഷ് പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. വളരെ വളരെ പ്രയാസമായിരിക്കും. അല്ല, ഇത്തവണ ഈ മറ്റേ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട് അമേഠിയിലെത്തിയപ്പോൾ അവിടെയുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ ഈ ഗ്രാമമുഖ്യസ്ഥന്മാരൊക്കെ, നമ്മുടെ നാട് പോലെയല്ലല്ലോ, ഗ്രാമമുഖ്യസ്ഥന്മാരൊക്കെ ചേർന്ന് ഈ രാഹുൽ ഗാന്ധിയെ കണ്ട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഇത്തവണ മത്സരിക്കണമെന്നും കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ തെറ്റി ഇത്തവണ പറ്റില്ല എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് വിശദമായ കേന്ദ്രം നിന്ന് കിട്ടിയത്. പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞാണത്. ഡൽഹിയിലൊക്കെയുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞു. പിന്നെ ഇപ്പൊ അമേഠിയും വയനാടും ജയിച്ചാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ എടുക്കുള്ളൂ. അന്ന് പിന്നെ വയനാട് ഞാൻ ചോദിച്ചു വയനാട്ടിൽ എന്തായിരിക്കും സ്ഥിതി ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ സ്ഥിതിയല്ല ഞാൻ ചോദിച്ചത്. പിന്നീട് വയനാട്ടില് 2 മണ്ഡലത്തിലും ജയിക്കുകയാണെങ്കിൽ വയനാട് പിന്നെ ആനി രാജനെ അവർ സഹായിച്ച് ജയിപ്പിക്കുമോ? ആന്റണി അങ്ങനെ 2ഇടത്തും ജയിച്ചാല് പിന്നെ ആനിരാജെ എന്തായാലും ബൈ ഇലക്ഷൻ വരും. അപ്പൊ ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആര് സ്ഥാനാർത്ഥി നിർത്താതെ ആനിരാജ്. അതാ ഞാൻ ചോദിച്ചത്. ശരിക്കും ഒരു സൗഹൃദ മത്സരം പോലെയാണല്ലോ നടക്കുക. അപ്പം ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആനിരാജനെ ഇവിടുന്ന് പിന്നീട് അവര് പൊതു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ എന്റെ ന്യായം? അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അങ്ങനെ സംഭവിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ സംഭവിക്കില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു വരാൻ പറ്റും? പാടാ. കോൺഗ്രസ് തിരിച്ചു വരാൻ പറ്റും? കോൺഗ്രസിനും പാടാണ്, വലിയ പാടാണ്. ഇത്തരത്തിൽ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തെ കാരണം ഒരു വിശ്വാസ്യത എന്നുള്ള പ്രശ്നമുണ്ട്. എങ്ങനെയാണ് 28 പാർട്ടികൾ ചേരുന്നത്? അത് ആരാണ് 28 പാർട്ടി? ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞില്ല, ഈ അന്ന് പിന്നെ ഇപ്പൊ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ്? ലല്ലു പ്രസാദ്, അതിന് തമാശയായിട്ട് പറയുന്ന മുള്ളു മുരിക്ക് മൂർക്കം പാമ്പ്, അതാ അങ്ങനെയുള്ള ഒട്ടും ജനങ്ങളുടെ ഇടയിൽ ഈ കൂടെ നിൽക്കുന്നവർ തന്നെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്നൊക്കെ മുദ്രകുത്തിയ ആളുകൾ ഒപ്പം ഇരുന്നുകൊണ്ടാണ് ഈ ഇന്ത്യ ഭരിക്കുമെന്ന് പറയുന്നത്. അതിനൊരു വിശ്വാസ്യതയുടെ പ്രശ്നമില്ലേ? ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസ്യതയുടെ പ്രശ്നം മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ആളുകളും അവർക്ക് അവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ എല്ലാ ആളുകൾക്കും ഓരോ അജണ്ടയുണ്ട്. ഇപ്പം ഇതിൽ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പൊ ശരത് പവാറിന്റെ പാർട്ടിയാണ് എന്നുള്ളത്. ഇപ്പൊ ശരത് പവാറിന്റെ പാർട്ടി തന്നെ ഇല്ല. ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹം പ്രമുഖനാണെന്നും അദ്ദേഹം ആയിരിക്കും ചിലപ്പോൾ നയിക്കുക എന്ന് വരെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ പോലും നയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശരത് പവാർ ഇല്ലാതായി. NCP എന്ന് പറയുന്ന പാർട്ടി. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ ആര് നേതാവാകുമെന്ന് തീരുമാനിക്കാൻ പോലും പറ്റാത്ത കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഇടത്ത് ഒരു മോദി എന്ന് പറയുന്ന ഈ ഇത്ര 2ാമത്തെ ടേം കഴിഞ്ഞ് 3ാം ഘട്ടത്തിൽ നിൽക്കുന്ന അത് ഒരു തർക്കവുമില്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള വളരെ ഫീബിളായിട്ടുള്ള കുറെ ചോദ്യങ്ങളും ചോദിച്ച് ഉത്തരങ്ങളും തേടി നടക്കുന്ന ആളുകളെ എങ്ങനെയാണ് ആളുകൾ
വോട്ട് ചെയ്യുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഈ പറഞ്ഞ ഹൃദയഭൂമിയിലൊക്കെ ആകെ ഉള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമാണ്. ആ ജാതി രാഷ്ട്രീയത്തിൽ BJP വിജയിച്ചു നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ തന്നെ ഇതിനുള്ള സാധ്യത വളരെ അല്ല. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ പരാജയത്തിന് പുറമെ ഈ രാമജന്മഭൂമി ആയിരുന്നല്ലോ BJP ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത്. അപ്പോൾ UP-യിൽ അവർ അയോധ്യയിൽ രാമജന്മഭൂമി പണിത് കഴിഞ്ഞു. അത് വലിയ രീതിയിൽ ആഘോഷമാക്കി. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേക റെയിൽവേ സ്റ്റേഷൻ വരുന്നു. എല്ലാ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും അവിടത്തേക്ക് ട്രെയിനുകൾ. അതിനെ ജാതി രാഷ്ട്രീയമാക്കി മാറ്റി. ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ വെറും ജാതി രാഷ്ട്രീയമാക്കി മാറ്റി നിൽക്കുമ്പോൾ അത്തരത്തിൽ ഉള്ളൊരു ജനതയും നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ കൃത്യമായി BJP-യോടൊപ്പം അണിനിരക്കുമ്പോൾ എന്താണ് സാധ്യമാകുക? പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പൊ അമേഠിയിൽ കോൺഗ്രസിന് പൂർണ്ണമായും വേരുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ പരമ്പരാഗതമായി അമേഠി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കോൺഗ്രസിന്റെ മാത്രം നെഹ്റു കുടുംബത്തിന്റെ തന്നെ കുത്തകയായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് റായ്ബറേലിയും അതുപോലെ തന്നെ അമേഠിയും. റായ്ബറേലി തുടർച്ചയായി നമുക്കറിയാം സോണിയാഗാന്ധിയാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. സോണിയാഗാന്ധി വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത്തവണ ആരോഗ്യകാരണങ്ങളാൽ സോണിയാഗാന്ധി മത്സരരംഗത്തില്ല, അവർ രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞു. പകരം ഈ സീറ്റ് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിനല്ല കൊടുക്കുന്നത്, മകൾക്കാണ്. മകൾ എന്ന് പറയുമ്പോൾ അവര് AICC ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ജാതി രാഷ്ട്രീയത്തിനോടൊപ്പം മോദി പറയുന്ന ഏറ്റവും വലിയ മക്കൾ രാഷ്ട്രീയം, കുടുംബവാഴ്ച എന്നാണ്. നമ്മൾ ഒരു കുടുംബവാഴ്ച കേരളത്തിൽ കണ്ടൊരു കാലമുണ്ട്. 2004 തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ രാജ്യസഭയിൽ, പത്മജ വേണുഗോപാൽ മുകുന്ദപുരം, K മുരളീധരൻ വടക്കാഞ്ചേരി ബൈ ഇലക്ഷൻ. എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടത്? എല്ലാവരും ഇല്ലാതായ ഇലക്ഷൻ. അപ്പൊ ഇതൊക്കെ ആളുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അല്ല, പക്ഷേ ദീർഘകാലമായിട്ട് സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരരംഗത്തുണ്ട്. അതേ പറഞ്ഞ ഇത്തരം കുത്തക സീറ്റുകൾ ഞങ്ങളുടേതാണെന്നൊക്കെ ധരിക്കുന്നത് തന്നെ ശരിയല്ല. അമേഠി അങ്ങനെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പോയി നിന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വയനാട്ടിലും കൂടെ മത്സരിച്ചത്. ഇതെല്ലാം മുൻകൂട്ടി കാണണ്ടേ ആളുകളുടെ? ഞാനതാ പറഞ്ഞ, ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്നൊരു തോന്നൽ വേണ്ടേ? അല്ല, പക്ഷേ ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ അമേഠിയിൽ തോൽക്കാനെന്നാണ് കോൺഗ്രസ് വിലയിരുത്തിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗിന്റെ കൊടി ഉപയോഗിച്ചുകൊണ്ട് മാനന്തവാടിയിൽ നടന്ന ഒരു റാലിയാണ് അവരെടുത്തിട്ട് പാകിസ്ഥാന്റെ പതാക എന്തി നടക്കുന്നവർക്കൊപ്പം രാഹുൽ ഗാന്ധി. ഇത് മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടി ഉള്ളതായിട്ടൊന്നും അറിയാത്ത ആളുകളാണ് അവിടെ. അമേഠിയിലൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. എന്തിന് ഹിന്ദി ഹൃദയയിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം ലീഗ് ഒന്നും അവർക്കറിയില്ല. പിന്നെ മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ പറയുന്ന പാക് പതാക എന്തി അവരുടെ കൂടെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താനുള്ള അത്രയൊന്നും ആളുകൾ അങ്ങനെയുള്ള ആളുകളല്ല. അപ്പൊ അത്തരത്തിലുള്ള ചില ഈ എല്ലാ കാലത്തും വിജയിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. അതിലൊരു ഈ ഭരണപക്ഷയായ BJP കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റായൊരു പ്രചരണമായിരുന്നു അത്. പക്ഷെ അതാണ് തിരിച്ചടിക്ക് കാരണം ഉണ്ടായത്. അതുപോലെ രാഹുൽ ഗാന്ധി ഹൃദയഭൂമിയിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നാൽ അദ്ദേഹം നേരെ വയനാട്ടിൽ വരുകയും വയനാട്ടിൽ മാസം കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇദ്ദേഹം എന്തിനാണ് ഇത്രയും കാലം നടന്നത് എന്നുള്ളൊരു ചോദ്യം വരും. ഇദ്ദേഹം ഈ ഹിന്ദി ഹൃദയഭൂമിയിലൂടെ പല സ്ഥലങ്ങളിലൂടെ നടന്നത് എന്തിനുള്ള ചോദ്യം വരികയും മാത്രമല്ല, അവർക്ക് വളരെ അന്യമായ ഒരു സ്ഥലത്ത് നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ളൊരു വലിയ വിഷയം വരും. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അമേഠിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അമേഠിയിലും മത്സരിക്കുന്നു, വയനാട്ടിലും മത്സരിക്കുന്നു. ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇത്രയും പാർട്ടികൾ ചേരുമ്പോൾ ഇതിൽ ഏത് പാർട്ടിക്കാണ് അടിത്തട്ടിൽ ബന്ധമുള്ളത് എന്നുള്ള വലിയ ചോദ്യമില്ല. അടിത്തട്ടിൽ ബന്ധമുള്ള, ഇന്ത്യയിൽ ആകെ അടിത്തട്ടിൽ ബന്ധമുള്ള ഒരു പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് മാത്രമാണ്. നമ്മളിപ്പോൾ എന്ത് തെറ്റില്ല, അതുണ്ടായിരുന്നു. ആ വർക്ക് അതിനുശേഷം അതിനെ മൊബിലൈസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനം ഇപ്പൊ പാർട്ടിക്കില്ല. ശരിയാണ്. ആ പാർട്ടി സംവിധാനത്തെ അങ്ങനെ ചെയ്യേണ്ട ഒരാള് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ആലപ്പുഴയിൽ ഒന്ന് മത്സരിക്കുന്നു. അതെ, KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് പറയുന്നത്. അതിനേക്കാളും വേറെ വലിയ തമാശയും കൂടിയുണ്ട്. കേരളത്തിലെ ഇലക്ഷന്റെ മൊത്തം നിയന്ത്രിക്കേണ്ട ഒരാളുണ്ട്, KPCC പ്രസിഡന്റ്. അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുന്ന പുതിയ വാർത്തകൾ. അതാ പറഞ്ഞത്. അപ്പൊ ഇവരെന്താണ് സംഘടനയെയും പാർട്ടിയും തമ്മിൽ വ്യത്യാസം കാണുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല. കാരണം എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക? ഇത്രയും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു പരീക്ഷണത്തിന് പോലും നിൽക്കാതെ ഇവർ വളരെ എളുപ്പം സ്ഥാനാർത്ഥി ലിസ്റ്റ് നിശ്ചയിക്കലാണല്ലോ ഇവരുടെ പരിപാടി. എന്നുവെച്ചാൽ ജയിച്ചവരെല്ലാം മത്സരിച്ചോട്ടെ. ഈ ജയിച്ചവരെല്ലാം ആരൊക്കെയുണ്ട്, എത്ര നാളായി മത്സരിക്കുന്നു, ജനങ്ങൾ ഇവരെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്, ഇതെല്ലാം പരിഗണന വരില്ലേ? ആളുകൾക്ക് ഇടയിലൊക്കെ പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് ഇവർ തോറ്റുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇവിടെ വരുന്ന മത്സരിക്കുന്ന സമയത്തുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല അല്ലല്ലോ, അതെല്ലാം മാറിയല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ കണക്കാക്കണം. ഇപ്പോൾ BJP പോലും അതിശക്തമായി
2 സ്ഥാനാർത്ഥികളെങ്കിലും ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കും, 2 or 3 എന്ന് നമുക്ക് പറയാം. ഇപ്പൊ തൃശ്ശൂരും ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും ആ ഒരു കടുത്ത മത്സരത്തിന് തന്നെയാണ് നീങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണമല്ലോ എല്ലാവരെയും നിശ്ചയിക്കുന്നതും നടത്തേണ്ടത്. ഇതൊന്നുമില്ലാതെ KPCC പ്രസിഡന്റും രാഷ്ട്രീയകാര്യ ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനപ്പെട്ട മക്കൾ 2 പേരും അമ്മയും എല്ലാവരും ഈ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് മാത്രം ഇറങ്ങുമ്പോൾ പാർട്ടി ഇല്ലാതാവും. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ വിലയിരുത്തുക? ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അല്ല, അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോഴും ഈ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്ന എന്താണ്? വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം മത്സരിക്കുക, കൂടുതൽ ആളുകളെ പാർലമെന്റിൽ എത്തിക്കുക എന്നുള്ള. യഥാർത്ഥത്തിൽ വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന് പറഞ്ഞാൽ ഏതാ? അങ്ങനെ ഒരു മണ്ഡലമുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കണ്ണൂരിലോ ആലപ്പുഴയിലും ഈ 2 പേരും മത്സരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. വിജയസാധ്യത കേരളത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മണ്ഡലമായിരുന്നു മഞ്ചേരിയും പൊന്നാനി. ആ മഞ്ചേരിയിൽ വരെ ഒരിക്കൽ CPM ജയിച്ചു. മനസ്സിലായി. അപ്പൊ അത്രേ ഉള്ളൂ ഇതിന്റെ അകത്ത് കാര്യം. അല്ല, ഇപ്പൊ പൊന്നാനി വലിയ പ്രതിസന്ധിയാണെന്ന് പറയുന്നു. സമസ്തയുടെ പിന്തുണയുള്ള ഒരു ഹംസയാണ്. ഹംസ പഴയ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. സമസ്തയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. സമസ്തയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് പറയുന്നത്. അതും ഒരു വലിയ ഏത് തരത്തിലും അത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകാം, ഏത് തെരഞ്ഞെടുപ്പിലും ആർക്കും ഉണ്ടാകാം. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ നടത്താൻ. അപ്പൊ ഇങ്ങനെ ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും യാതൊരു അടിസ്ഥാനമില്ല ഇതൊന്നും പറയുന്നതില്. അടിസ്ഥാനമില്ല. രാഹുൽ ഗാന്ധി ജയിക്കോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ലല്ലോ ഇതിൽ ഇതൊക്കെ പറയുമ്പോഴും യഥാർത്ഥ രാഹുൽ ഗാന്ധിനെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന ആരാണ്? KC വേണുഗോപാലിന്റെ ഒരു തന്ത്രമായിരുന്നു വയനാട്ടിലേക്ക്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ മാത്രം ശ്രദ്ധിക്കുകയും അമേഠിയിൽ മാത്രം മത്സരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല. അങ്ങനെ KC വേണുഗോപാലിന്റെ നിരന്തരമായ ഇടപെടലാണ് കോൺഗ്രസിനെ തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചെന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു. എൻ്റെ അഭിപ്രായം എന്നല്ല, കാരണം എനിക്കറിയില്ല കോൺഗ്രസ്സിൽ എന്താണ് ഉള്ളിൽ നടക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടുപോയ നേതാക്കന്മാരും പറയുന്നത് യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിനെ മിസ്ഗൈഡ് ചെയ്താണ്. പല ആളുകൾ പല നേതാക്കന്മാരും ഗാന്ധിനെ പിന്നെ മിസ്ഗൈഡ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിലേറ്റവും പ്രഗത്ഭനാണ് ഇദ്ദേഹം. അപ്പം അഹമ്മദ് പട്ടേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പോലും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ എൻ്റെ ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്നുള്ളത്. ഇതേ ആരോപണം KV തോമസ് ഉന്നയിച്ചിട്ടുണ്ട് ഈ അതേ ആരോപണം. അപ്പോൾ കോൺഗ്രസ് വിട്ടുപോയ പലരും പറയുന്നത് രാഹുൽ ഗാന്ധി പലപ്പോഴും പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടാത്തൊരു ഒരു യുവാവായി മാറുന്നു, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കാളേറെ മറ്റു പല കാര്യങ്ങളിലും ഇടപെടുന്നതിലാണ് താല്പര്യം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഇത്തവണ വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ തന്നെ 2 BJP പ്രഗത്ഭരായിട്ട് മത്സരിക്കണം. തോൽക്കാലോ. തോൽക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതാണല്ലോ, തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം പക്ഷെ അതിനുപോലുള്ള ധൈര്യമില്ല. അദ്ദേഹം തോറ്റുപോയാൽ തന്നെ അദ്ദേഹത്തിന് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ലേ? പക്ഷെ അതല്ല വിഷയം. പാർട്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. പാർട്ടി പ്രവർത്തനം താല്പര്യമില്ല കോൺഗ്രസ്സുകാർക്ക്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ഒടിയാതെ മടങ്ങാതെ ഇരിക്കണം, സ്ഥാനങ്ങൾ കിട്ടണം. എപ്പോഴാണ് സ്ഥാനങ്ങൾ കിട്ടാത്തത് അപ്പോൾ ഒഴിഞ്ഞു പോവുക, അടുത്ത സ്ഥലത്ത് പോവാം. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല ചോദ്യം. അല്ല, വയനാട്ടിൽ തോക്കുമോ ജയിക്കുമോ എന്നുള്ളതല്ല ശരിക്കും. പക്ഷെ വയനാട്ടിലേക്ക് വീണ്ടും എന്തിനാണ് വരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണ്, വയനാട്ടിലേക്ക് എന്തിനാണ് പിന്നെയും രാഹുൽ ഗാന്ധി? കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് തന്നെയാണ്, എന്താ സംശയമില്ലല്ലോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മാതൃക കാണിക്കണമായിരുന്നു ഇത്തവണയെങ്കിലും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് KC വേണു. അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി 2 തലത്ത് മത്സരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ചുക്കാൻ പിടിക്കാൻ വേണ്ട അല്ലെങ്കിൽ ചുമതലക്കാരനാണ് ആര്? ഈ പറയുന്ന KC വേണുഗോപാൽ. പക്ഷെ KC വേണുഗോപാൽ വന്നിട്ട് ആലപ്പുഴയിൽ മത്സരിക്കുകയാണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന് ആർക്കാണ് ചുക്കാൻ പിടിക്കാൻ പറ്റുക? ഏത് തെരഞ്ഞെടുപ്പിനാണ് ചുക്കാൻ പിടിക്കാൻ പറ്റുക? എല്ലാവരും ഇനിയിപ്പം ഗർഗെ ഒഴികെ ബാക്കി എല്ലാവരും മത്സരിക്കുന്നു എന്ന് പറയും. കോൺഗ്രസിലുള്ള എല്ലാവരും ഇപ്പം ഇതിൽ പ്രവർത്തക സമിതികളിൽ എല്ലാവരും മത്സരിക്കുന്നു. ഇപ്പം ശശി തരൂർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എല്ലാ പ്രവർത്തക സമിതികളിലെ എല്ലാ ആളുകളും മത്സരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇത് തെരഞ്ഞെടുപ്പിന് ആരാ നിയന്ത്രിക്കുക? ഈ ചക്രം തിരിക്കാൻ ഒരാൾ വേണ്ടേ? എല്ലാവരും യാത്രക്കാരാണ്. അപ്പൊ ചക്രം തിരിക്കാൻ ഒരാൾ വേണം. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയാണിത്. അപ്പൊ ഈ കോൺഗ്രസ് ഗതികേടിൽ നിന്നും വീണ്ടും ഗതികേടിലേക്ക് അദ്ദേഹം തീരെ വയ്യാത്തോണ്ടാണ്. ആലപ്പുഴ ജില്ലക്കാരനല്ലേ? ജില്ലക്കാരനാണെന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ പിടിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് KC വരുന്നതെന്നാണ് പറയുന്നത്. കേസിന്റെ വിശ്വാസം കേസ് രക്ഷിക്കട്ടെ എന്നുള്ളത് പാർട്ടിയുടെ അത്ര. KC രക്ഷിക്കും എന്ന് വിചാരിക്കാൻ